ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഫസ്റ്റ് നമ്മൾ ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആദ്യം എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിനുശേഷം നമ്മൾ കറിവേപ്പില, പിന്നെ സവോള, ചെറുള്ളി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിലോട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് വരട്ടി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ തുറന്നു കൊടുത്തപ്പോൾ നല്ല രീതിക്ക് ഒരു 10-15 മിനിറ്റോളം അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ല രീതിക്ക് ചെറുതായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മസാലയൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം മസാല ആഡ് ചെയ്യുമ്പം കുറച്ച് ലാഗിങ് വരും കേട്ടോ. ആദ്യത്തേത് നമ്മുടെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തത് സെപ്പറേറ്റ്, വീഡിയോ എഡിറ്റ് ചെയ്തതും വോയിസ് ഇടുന്നതും സെപ്പറേറ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്ര ലാഗിങ് വരുന്നത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, അതൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളമാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഇട്ടത് സ്കിപ്പായി പോയിട്ടുണ്ട് വീഡിയോയിൽ നിന്ന്. നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചിക്കനിൽ പിടിക്കണം കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പം വേപ്പർ എല്ലാം കൂടി ക്യാമറയിൽ തട്ടിയിട്ടാണ് ഇത്ര കളറൊന്നും തോന്നാത്ത. ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതാണ് കറക്റ്റ് ഫോം. ഓക്കെ, ഇനി ഇതെല്ലാം നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊക്കെ നല്ല രീതിക്ക് മസാല പിടിക്കാൻ വേണ്ടി നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കുന്നുണ്ട്. അത് ഒന്ന് കുറുകി വരണം, കാരണം ഇതിൽ വെള്ളം ഗ്രേവി ഞങ്ങൾക്ക് ഇത്രയും വേണ്ട, നല്ല കുറുകി കിട്ടണം. അപ്പം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, അപ്പം വെള്ളം എല്ലാം വറ്റി വരുമ്പോൾ കറക്റ്റ് ഫോമിൽ കിട്ടും. ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്.